ഹലോ, ഇന്ന് ഞാനുണ്ടല്ലോ ഇഫ്താറിന് നല്ല അടിപൊളിയായിട്ട് ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കനും അതുപോലെ മുട്ട ഒന്നും ഇല്ലാത്ത ദിവസം നല്ല ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുണ്ട് നമുക്കിവിടെ ക്യാബേജ്, ക്യാരറ്റ്, കുക്കുമ്പർ ആ ഒരു കോമ്പിനേഷനും പിന്നെ സവോള, തക്കാളി, പച്ചമുളക് ആ ഒരു കോമ്പിനേഷനും ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ പറയുക, ഒരു പകുതി ഈ തക്കാളി, ഒരു പകുതി സവോള, പിന്നെ ഒരു നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു മുളകോ അല്ലെങ്കിൽ രണ്ട് മുളകോ, പിന്നെ ഒരു ക്യാബേജിൻ്റെ പകുതിയുടെ പകുതി, പിന്നെ ഒരു ക്യാരറ്റ് രണ്ടെണ്ണം ഈ ഒരു അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മയോണൈസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ 2-3 വെളുത്തുള്ളി ചതച്ചെടുത്തതും, പിന്നെ ഒരു 2-3 അണ്ടിപ്പരിപ്പും, ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പും, പിന്നെ വിനാഗിരിയും, പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടിയും ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളേക്ക് നമുക്ക് മൈദപ്പൊടി ഫുള്ളായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണ്ട, കുറച്ചായിട്ട് നമുക്ക് അറിയാമല്ലോ, കുറച്ചായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മൈദ കൂടിയും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രക്കും കട്ടി തന്നെ മതിയാകും. ഇനി ഈ വെജിറ്റബിളിലേക്ക് ഉണ്ടല്ലോ നല്ല വെറ്റ്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്കോ അല്ലെങ്കിൽ പോളയോ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ബാറ്ററിൻ്റെ പകുതി തന്നെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ വേണമെങ്കിൽ മാറ്റി വെക്കാം, ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ബാക്കി മൊത്തത്തിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിന് മേലെ ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 25 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മേൽഭാഗം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് വരാത്ത പോലത്തെ ഫീലിംഗ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഭാഗം കൂടി നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ ഒന്നുമില്ലാത്ത ദിവസം നല്ല ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിലൻ സംഭവമാണ്. നല്ല ടേസ്റ്റാണ്. നമ്മളെ മക്കൾക്കൊക്കെ ചിക്കനൊക്കെ വേണം, നല്ല നിർബന്ധമായിരിക്കും ഇഫ്താറാകുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ദിവസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.